താമരശ്ശേരി ചുരത്തിലൂടെ വാഹനങ്ങൾ നിയന്ത്രണങ്ങളോടെ കടത്തിവിടാൻ തീരുമാനം. വലിയ ചരക്ക് വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരും. കോഴിക്കോട് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി വയനാട് തത്സമയം ചേരുന്നുണ്ട്. ഫൈസൽ, ഇപ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്? മഴ മാറി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഒരുപാട് ചരക്ക് വാഹനങ്ങൾ ഇപ്പോഴും ഇരുഭാഗങ്ങളുമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അമൃത, ചുരത്തിൽ 4 ദിവസം നീണ്ട ഗതാഗത കുരുക്കിന് ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കുടുങ്ങി രണ്ട് ഭാഗം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരത്തിന്റെ 2 വശങ്ങളിലുമായി നിരവധി ചരക്ക് വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിടും. എന്നാൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തിവിടാൻ തീരുമാനമായിട്ടില്ല. അതിനുള്ള നിയന്ത്രണം തുടരുമെന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെ തീരുമാനം. അത് മാത്രമല്ല, ഒരു വശത്തു കൂടി ഒരു ചരക്ക് വാഹനങ്ങൾ ഒരു വരിയായിട്ടാണ് കടത്തിവിടുക. ഒരേ സമയം ഇരുവശത്തു നിന്നും വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഹെയർപിൻ ബെഞ്ചുകളിൽ പ്രത്യേക സുരക്ഷ ഉറപ്പുവരുത്തും. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലോക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഹെയർപിൻ ബെഞ്ചുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തും. ചുരത്തിൽ ഈ പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഉണ്ടാകും. അതുമാത്രമല്ല, വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തും. ചുരത്തിലൊന്നും തന്നെ വാഹനങ്ങൾ നിർത്തുന്നതിനുള്ള അനുമതി ഉണ്ടായിരിക്കുന്നില്ല. അത്യാവശ്യ വാഹനങ്ങൾ മാത്രം ചുരത്തിലൂടെ കടന്നു പോവുക. അല്ലാത്ത വാഹനങ്ങളൊക്കെ തന്നെ കുറ്റ്യാടി ചുരം വഴി നാടുകാണി ചുരം വഴിയും കടന്നു പോകണം. മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും നിരോധനം ഏർപ്പെടുത്താനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ശരി ഫൈസൽ.